നമസ്കാരം, ഞാൻ അജിത. പ്രധാന വാർത്തകൾ. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിൻ ഒക്ടോബർ 2 തുടങ്ങും. മാലിന്യമുക്ത പ്രവർത്തനങ്ങളിൽ ആരോഗ്യകരമായ മത്സരം ഉണ്ടാകണമെന്ന് മന്ത്രി VN വാസവൻ. നാട് ഓണാഘോഷത്തിലേക്ക് ഉണർന്നു. നാടെങ്ങും ഓണ വിപണന മേളയ്ക്ക് തുടക്കം. ചിറക്കടവ് പഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ ഓണം വിപണന മേള പൊൻകുന്നത്. മണർകാട് ആത്മ ഇൻഡസ്ട്രിയൽ ഫെസ്റ്റിന് തിരിതെളിഞ്ഞു. പുഷ്പഫല പ്രദർശന വിപണന മേള 14 വരെ. വാർത്തകൾ വിശദമായി. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഗാന്ധി ജയന്തി ദിനത്തിൽ തുടക്കമാകും. മാലിന്യമുക്ത ക്യാമ്പയിനായി MLA-മാരുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരെയും ജനപ്രതിനിധികളെയും കൂട്ടിയോജിപ്പിച്ചുള്ള പരിപാടികൾ ഉണ്ടാകണമെന്ന് ജില്ലാതല നിർവഹണ സമിതി യോഗം ഉദ്ഘാടനം ചെയ്ത് മന്ത്രി VN വാസവൻ പറഞ്ഞു. അക്ഷരനഗരിയായ കോട്ടയം അടുത്ത വർഷം മാർച്ചോടെ മാലിന്യമുക്ത പ്രവർത്തനങ്ങളിൽ സംസ്ഥാനത്ത് തന്നെ ഒന്നാം സ്ഥാനത്തെത്തുന്ന തരത്തിലുള്ള ആരോഗ്യകരമായ മത്സരമുണ്ടാകണമെന്ന് സഹകരണ തുറമുഖം ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ ജില്ലാ ആസൂത്രണ സമിതി സെക്രട്ടേറിയറ്റ് കോൺഫറൻസ് ഹാളിൽ മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിൻ കോട്ടയം ജില്ലാതല നിർവഹണ സമിതി യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. എടുത്തു പറയേണ്ടത്, ഓരോ നിയോജകമണ്ഡലത്തിലും വ്യത്യസ്ത തലത്തിൽ ഗ്രാമപഞ്ചായത്തുകളുണ്ട്. നമുക്ക് 2025 മാർച്ച് 30 കോട്ടയം ജില്ല അക്ഷരനഗരിയായി ലോകമറിയപ്പെടുന്ന വിധത്തിൽ മുന്നിൽ വന്നതുകൊണ്ട് തന്നെ മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിനിൽ നമുക്ക് ഒന്നാം സ്ഥാനത്തെത്താൻ കഴിയുന്ന ആരോഗ്യകരമായ ഒരു മത്സരം ഉറപ്പിയെടുക്കുന്ന ഒരു പ്രതിനിധി ഉണ്ടാവണം. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA, ജില്ലാ കളക്ടർ ജോൺ V സാമുവൽ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസ് പുത്തങ്കാല, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ മറിയാമ്മ എബ്രഹാം, പ്രൊഫസർ ടോമിച്ചൻ ജോസഫ്, ആര്യരാജൻ, PV സുനിൽ, N രാജു, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ മഞ്ജു സുജിത്, PR അനുപമ, ഹൈമി ബോബി എന്നിവർ പ്രസംഗിച്ചു. ശുചിത്വ കേരളം സുസ്ഥിര കേരളം എന്ന ലക്ഷ്യത്തോടെ മാലിന്യമുക്തം നവകേരളം യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള വിപുലമായ ജനകീയ ക്യാമ്പയിൻ ഗാന്ധി ജയന്തി ദിനമായ 2024 ഒക്ടോബർ 2 മുതൽ രാജ്യാന്തര മാലിന്യമുക്ത ദിനമായ 2025 മാർച്ച് 30 വരെയാണ് സംഘടിപ്പിക്കുന്നത്. ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിലുള്ള ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലയിലെ എല്ലാ അയൽക്കൂട്ടങ്ങളും ഹരിത അയൽക്കൂട്ടങ്ങളായി പ്രഖ്യാപിക്കുക, ടൂറിസം കേന്ദ്രങ്ങളെ ഹരിത ടൂറിസം കേന്ദ്രങ്ങളായി മാറ്റുക, എല്ലാ ഓഫീസുകളും ഹരിത ഓഫീസുകളാക്കുക, തദ്ദേശ സ്ഥാപനങ്ങളിലെ പ്രധാന ടൗണുകളിലും പൊതുസ്ഥലങ്ങൾ, മാർക്കറ്റുകൾ എന്നിവിടങ്ങളിൽ സമ്പൂർണ്ണ ശുചിത്വവും ഭംഗിയുള്ളതുമാക്കി മാറ്റുക, എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഹരിത വിദ്യാലയങ്ങൾ ഹരിത ക്യാമ്പസുകളാക്കുക, നീർച്ചാലുകൾ ശുചീകരിച്ച് വീണ്ടെടുക്കുക, ഹരിതകർമ്മ സേനയുടെ വാതിൽപ്പടി ശേഖരണവും യൂസർ ഫീ കളക്ഷനും 100% ഉറപ്പാക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കാണ് മുൻതൂക്കം. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കുടുംബശ്രീ ഓണം വിപണന മേളയ്ക്ക് പൊൻകുന്നത്ത് തുടക്കം. ചിറക്കടവ് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിലാണ് വിപണന മേള നടത്തുന്നത്. പച്ചക്കറികൾ, കുടുംബശ്രീയുടെ ഉൽപ്പന്നങ്ങൾ എന്നിവ മേളയിൽ ലഭ്യമാണ്. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ കുടുംബശ്രീകളുടെ നേതൃത്വത്തിൽ ഓണവിപണികൾ പ്രവർത്തിച്ചു തുടങ്ങി. കുടുംബശ്രീ ചിറക്കടവ് CDSന്റെ നേതൃത്വത്തിൽ നടത്തുന്ന കുടുംബശ്രീ ഓണം വിപണന മേളയ്ക്ക് പൊൻകുന്നത്തെ പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിൽ തുടക്കമായി. വെള്ളിയാഴ്ച വരെ വിപണി പ്രവർത്തിക്കും. രാവിലെ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CR ശ്രീകുമാർ വിപണന മേള ഉദ്ഘാടനം ചെയ്തു. ഓണക്കാലത്ത് പൊതുവിപണിയിലെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ കുടുംബശ്രീകളുടെ ഓണച്ചന്ത സഹായകമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. മിതമായ വിലയ്ക്ക് വിഷം ചേരാത്ത പച്ചക്കറി കൂട്ടി ഓണമുണ്ണാനുള്ള ഒരു സൗഭാഗ്യമാണ് നമുക്കിവിടെ ഒരുക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പച്ചക്കറി ഐറ്റങ്ങൾ മാത്രമല്ല, ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീയുടെ വിവിധ യൂണിറ്റുകൾ ഉണ്ടാക്കിയിട്ടുള്ള സ്വയം തൊഴിൽ സംരംഭങ്ങളുടെ ഭാഗമാക്കി ഉണ്ടാക്കിയിട്ടുള്ള വിവിധ ഉൽപ്പന്നങ്ങളും ഈ വിപണിയിൽ വിൽപ്പനയ്ക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ്. തീർച്ചയായും നമുക്ക് ഈ ഓണത്തിന് പൊതുവിപണിയിൽ വില പിടിച്ചു നിർത്തുവാൻ ഇത്തരം ഓണച്ചന്തകൾ വളരെയധികം ഗുണകരമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പച്ചക്കറികളായ മുരിങ്ങക്ക, പയർ, ബീൻസ്, ക്യാബേജ്, മാങ്ങ, പാവയ്ക്ക, പച്ചമുളക്, പടവലങ്ങ, വഴുതന, തക്കാളിപ്പഴം, കോവയ്ക്ക, വെണ്ടയ്ക്ക ഇവയെല്ലാം വിപണി വിലയേക്കാൾ കുറവിൽ ഇവിടെ നിന്ന് ലഭിക്കും. കുടുംബശ്രീകളുടെ അച്ചാറുകൾ, ചമ്മന്തിപ്പൊടി, അവൽ വിളയിച്ചത്, ശർക്കര വരട്ടി, ഉപ്പേരി, 1/2 ലിറ്റർ പായസം, മല്ലിപ്പൊടി, മിക്സർ, മുറുക്ക്, ചിപ്രോ വെളിച്ചെണ്ണ, ഏത്തക്കായ എന്നിവയും ലഭിക്കും. കൂടാതെ റോസച്ചെടികളുടെ വലിയ ശേഖരവും ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. മണർകാട് ആത്മ ഇൻഡസ്ട്രിയൽ ഫെസ്റ്റിന് ഗ്രാമപഞ്ചായത്ത് ഗ്രൗണ്ടിൽ തുടക്കമായി. മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു.
ഈ മാസം 14 വരെ നടക്കുന്ന ആത്മ കാർഷിക വ്യാവസായിക പുഷ്പഫല പ്രദർശന വിപണന മേളയ്ക്ക് മണർകാട് തുടക്കമായി. ആത്മ ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെയും മണർകാട് ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷി വകുപ്പിന്റെയും സഹകരണത്തോടെയാണ് ഫെസ്റ്റ് നടത്തുന്നത്. മന്ത്രി VN വാസവൻ നാട മുറിച്ച് പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. ഈ പ്രദർശന വിപണന മേള വലിയ രൂപത്തിൽ ജനങ്ങളെ ആകർഷിക്കുന്നതും ഒട്ടനവധി പുതുമയുള്ളതും വൈവിധ്യങ്ങളായ ഒട്ടനവധി ഉൽപ്പന്നങ്ങളും ഇവിടെ പ്രദർശനത്തിനും വിപണനത്തിനുമായി എത്തിച്ചേർന്നിട്ടുണ്ടെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇത് ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ തന്നെ പുതിയതായി സമീപ വർഷത്തിൽ ആരംഭിച്ചിട്ടുള്ള ഒട്ടേറെ പ്രോഡക്റ്റുകൾ അവരുടെ വിപണന സങ്കേതങ്ങളിൽ എത്തിച്ചിരിക്കുന്നു. അത്തരത്തിൽ നമ്മുടെ നാട്ടിൽ പുതിയ തൊഴിൽ വ്യവസായങ്ങൾ ഉണ്ടാവാനും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉത്പാദിപ്പിക്കാനും വളരെ കയ്യാമറിക്കാതെ ലഭിക്കാനും കഴിയുന്ന സാഹചര്യത്തിൽ സംജാതമാകുന്ന ഒരു പൊതു പശ്ചാത്തലം ഇതുവഴി ജില്ലാ വ്യവസായ കേന്ദ്രവും അതോടൊപ്പം സംസ്ഥാനത്തെ വ്യവസായ വകുപ്പും ഇക്കാര്യത്തിൽ പ്ലാൻ ചെയ്തതുപോലെ തന്നെയാണ് വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതുകൂടി പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ഈ വലിയ രൂപത്തിലുള്ള പ്രദർശന വിപണന മേള സംഘടിപ്പിച്ചിട്ടുള്ളത്. കാർഷിക യന്ത്രവൽകൃത ഉപകരണങ്ങൾ, ചെറുകിട വ്യവസായ യൂണിറ്റുകളുടെ വിവിധ ഉൽപ്പന്നങ്ങൾ, പച്ചക്കറി തൈകൾ, വിത്തുകൾ, അമ്യൂസ്മെന്റ് പാർക്കുകൾ എന്നിവയാണ് മേളയിലുള്ളത്. വിവിധ വിഷയങ്ങളിൽ വരും ദിവസങ്ങളിൽ സെമിനാറും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഉദ്ഘാടന സമ്മേളനത്തിൽ ആത്മ പ്രസിഡന്റ് സഖറിയ കുര്യൻ, പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KC ബിജു, കൺവീനർമാരായ TC ജോസഫ്, KA പ്രസാദ്, ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ രാകേഷ് VR തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ആഭ്യന്തര വകുപ്പിലെ ക്രിമിനൽ വൽക്കരണം അവസാനിപ്പിക്കണമെന്ന പ്രധാന ആവശ്യം ഉന്നയിച്ച് കോൺഗ്രസ് ചിറക്കടവ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊൻകുന്നം ടൗണിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. KPCCയുടെ ആഹ്വാനപ്രകാരമായിരുന്നു പ്രതിഷേധം. ആഭ്യന്തര വകുപ്പിലെ ക്രിമിനൽ വൽക്കരണം അവസാനിപ്പിക്കുക, രൂക്ഷമായ വിലക്കയറ്റം തടയുക, തൃശൂർ പൂരം കലക്കലിലെ ഗൂഢാലോചനയ്ക്കെതിരെ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുക, മുഖ്യമന്ത്രി രാജിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് KPCCയുടെ ആഹ്വാനപ്രകാരം കോൺഗ്രസ് ചിറക്കടവ് മണ്ഡലം കമ്മിറ്റി പൊൻകുന്നം ടൗണിൽ പന്തം കൊളുത്തി പ്രകടനവും പൊതുയോഗവും നടത്തി. മണ്ഡലം പ്രസിഡന്റ് സേവ്യർ മൂലകുന്ന് ഉദ്ഘാടനം ചെയ്തു. ഓരോ ദിവസം കഴിയുന്തോറും സംസ്ഥാന ഭരണം നാറിപ്പുഴുത്ത് കേരളത്തിന്റെ 6 അടി മണ്ണിൽ കുഴിച്ചു മൂടുന്ന തരത്തിലേക്ക് സംസ്ഥാന ഭരണം അതപ്പതിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അഴിമതി, എവിടെ നോക്കിയാലും അഴിമതിയുടെ കൂത്തരങ്ങായി സഖാക്കൾ ഈശ വീർപ്പിക്കുന്ന ഒരൊറ്റ പരിപാടി മാത്രമാണ് മുന്നോട്ട് വെക്കുന്നത്. മണ്ഡലം വൈസ് പ്രസിഡന്റ് TP രവീന്ദ്രൻ പിള്ള അധ്യക്ഷനായി. സനോജ് പനക്കൽ, TK ബാബുരാജ്, MT പ്രീത, ബിനേഷ് ചെറുവള്ളി, ശ്യാം ബാബു, PJ സെബാസ്റ്റ്യൻ, ലൂസി ജോർജ്, PC ത്രേസ്യാമ്മ, ഇന്ദുകല S നായർ, ലിജി ഷാജൻ, KR സോമശേഖരൻ നായർ, സൂരജ് ദാസ്, ബിജു മുണ്ടുവേലി തുടങ്ങിയവർ പ്രസംഗിച്ചു. റോയ് സേവ്യർ, TA ഷിഹാബുദ്ദീൻ, ആസാദ് S നായർ, നിതിൻ സാബു, ST ജോസഫ്, സൂരജ് കുമാർ, ബാബു വട്ടക്കാട്ട് തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. സ്വർണ്ണക്കടത്തിനും കൊലപാതകത്തിനും നേതൃത്വം നൽകുന്ന മാഫിയ സർക്കാർ രാജിവെക്കണമെന്ന് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി. ഈ ആവശ്യം ഉന്നയിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ സായാഹ്ന ധർണ പാർട്ടി ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ ഉദ്ഘാടനം ചെയ്തു. സ്വർണ്ണക്കടത്തിനും കൊലപാതകത്തിനും നേതൃത്വം നൽകുന്ന മാഫിയ സർക്കാർ രാജിവെക്കണമെന്നും PV അൻവർ MLAയുടെ ആരോപണത്തിലെ നിജസ്ഥിതി പുറത്തു കൊണ്ടുവരണമെന്നും അന്വേഷണം CBIക്ക് കൈമാറണമെന്നും ആവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സെക്രട്ടേറിയറ്റ് പടിക്കൽ ധർണ നടത്തി. കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ ഉദ്ഘാടനം ചെയ്തു. സ്വർണ്ണക്കടത്തിനെ കുറിച്ചും കൊലപാതകത്തെ കുറിച്ചും ഇവിടെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ പോലീസ് മേധാവികളുടെ നേതൃത്വത്തിൽ ഇവിടെ അഴിമതി നടക്കുന്നു, സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്നു, കൊലപാതകം പോലെ നടക്കുന്നു എന്നാണ് ഇവിടെ അൻവർ MLA പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾക്ക് ഈ അവസരത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയോട് പറയുവാനുള്ളത്, അൻവർ MLA പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലെ യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരണം. ജനങ്ങൾക്ക് അത് അറിയുവാനുള്ള അല്ലെങ്കിൽ അവകാശമുണ്ട്. അതുകൊണ്ട് അൻവർ MLAയുടെ ആരോപണങ്ങളെ സംബന്ധിച്ച് കൃത്യമായ സമഗ്രമായ അന്വേഷണം വേണം. ഇവിടെ കേരള ഗവൺമെന്റിനെ പിണറായി വിജയന്റെ പോലീസ് അന്വേഷിച്ചാൽ ഇതിന് യാതൊരു തരത്തിലുള്ള അല്ലെങ്കിൽ അന്വേഷണ പുരോഗതി ഉണ്ടാവില്ല. അതുകൊണ്ട് CBIയെ തന്നെ ഇതിന്റെ അന്വേഷണം ഏൽപ്പിക്കണമെന്നാണ് കേരള കോൺഗ്രസ് പാർട്ടിക്ക് ഈ അവസരത്തിൽ ആവശ്യപ്പെടാറുള്ളത്. ജില്ലാ പ്രസിഡന്റ് രശ്മി MR അധ്യക്ഷയായി. വർക്കിംഗ് ചെയർമാൻ ഡോക്ടർ ദിനേശ് കർത്ത, വൈസ് ചെയർമാൻ പ്രൊഫസർ ബാലുജി വെള്ളിക്കര, പുതൂർക്കോണം സുരേഷ്, ലൗജിൻ മാളിയേക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വാഴൂർ ഫാർമേഡ് സർവാസി സഹകരണ ബാങ്കിന്റെ സഹകരണ ഓണ വിപണി ചാമമ്പതാലിൽ തുടങ്ങി.
നിത്യോപയോഗ സാധനങ്ങളും ഗൃഹോപകരണങ്ങളും വിലക്കുറവിൽ ലഭ്യമാകും. വാഴൂർ ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്കിന്റെ സഹകരണ ഓണവിപണി ചാമ്പതാലിൽ പ്രവർത്തനം ആരംഭിച്ചു. നിത്യോപയോഗ സാധനങ്ങൾ സബ്സിഡി നിരക്കിലും ഗൃഹോപകരണങ്ങളും അടുക്കള ഉപകരണങ്ങളും വിലക്കുറവിലും ഓണവിപണിയിൽ ലഭിക്കും. ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബൈജു ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. മാനേജിംഗ് ഡയറക്ടർ ദീപു ജേക്കബ്, ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ രാജൻ ചെറുകാപ്പള്ളിൽ, ED വിജയകുമാർ, ഷിജു തോമസ്, അഡ്വക്കേറ്റ് TV ദിലീപ്, PM മാത്യു, അഡ്വക്കേറ്റ് EV മനോഹർ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കോട്ടയം ജില്ലാ ജനറൽ ആശുപത്രിയിൽ ലോക ആത്മഹത്യാ പ്രതിരോധ ദിനാചരണം നടത്തി. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ശാന്തി ഉദ്ഘാടനം ചെയ്തു. ഡിസ്ട്രിക്ട് മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം നോഡൽ ഓഫീസർ ഡോക്ടർ സൗമ്യ സുശീലൻ വിഷയം അവതരിപ്പിച്ചു. ഡോക്ടർ ആശ P. നായർ, PK ആനന്ദകുട്ടൻ, ദീന MA, ഡോക്ടർ സരിൻ ഡൊമിനിക് തുടങ്ങിയവർ പങ്കെടുത്തു. ആത്മഹത്യ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ കുട്ടികളിലും മുതിർന്നവരും ഒരുപോലെ വർദ്ധിച്ചു വരുന്നതായിട്ടാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി നിരവധി സേവനങ്ങൾ ഇന്ന് ജില്ലാ മാനസികാരോഗ്യ പരിപാടി വഴി ലഭ്യമാണ്. കുട്ടികളിലെ ആത്മഹത്യാ പ്രവണതകളിൽ കണ്ടെത്തുന്നതിനും അതിനുവേണ്ട വിദഗ്ധ സേവനം നൽകുന്നതിനും ജില്ലാ മാനസികാരോഗ്യ പരിപാടിയുടെ കീഴിൽ സ്കൂൾ മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാം ഉണ്ട്. അതുപോലെ തന്നെ ജില്ലാ മാനസികാരോഗ്യ പരിപാടികളിൽ കാലങ്ങളിൽ ടെലിമനസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. നമ്പർ എന്ന് പറയുന്നത് 144416 അതുപോലെ 24 മണിക്കൂറും നമുക്ക് സൈക്കോളജിസ്റ്റിൻ്റെ വിദഗ്ധരുടെയും സേവനം ലഭ്യമാകുന്ന ഒരു ഹെൽപ്പ് ലൈൻ നമ്പറുണ്ട്, ദിശ. അതിൻ്റെ നമ്പർ 1056. ഇതിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. സഹോദര സ്നേഹത്തിന്റെ സന്ദേശമുയർത്തി പാലാ സെന്റ് തോമസ് LP സ്കൂളിലെ ഓണാഘോഷം. അശരണർക്കായി അവശ്യ സാധനങ്ങൾ ശേഖരിച്ച് നൽകിയാണ് കുട്ടികൾ ഓണാഘോഷത്തിൽ പങ്കാളികളായത്. തങ്ങൾ ആഘോഷങ്ങളിൽ മുഴുകുമ്പോൾ തങ്ങളുടെ സഹോദരങ്ങളുടെ ഇല്ലായ്മകൾക്ക് പരിഹാരം കാണുന്നതാകണം യഥാർത്ഥ ആഘോഷമെന്ന വലിയ സന്ദേശം നൽകുകയാണ് ഈ ഓണക്കാലത്ത് പാലാ സെന്റ് മേരീസ് LP സ്കൂളിലെ കുരുന്നുകൾ. പാലാ മരിയ സദനത്തിലെ കുരുന്നുകൾക്കും അശരണർക്കുമായി അവശ്യ സാധനങ്ങൾ ശേഖരിച്ചു നൽകിക്കൊണ്ടാണ് പാലാ സെന്റ് മേരീസ് LP സ്കൂളിലെ കുരുന്നുകൾ വ്യത്യസ്തമായ ഓണാഘോഷം ഒരുക്കിയത്. 1 ലക്ഷം രൂപയുടെ അവശ്യ സാധനങ്ങളാണ് സ്കൂളിലെ അധ്യാപകരും കുട്ടികളും ചേർന്ന് ശേഖരിച്ചത്. മരിയ സദനം ഡയറക്ടർ ബോർഡ് അംഗം മിനി സന്തോഷിന് സാധനങ്ങൾ കൈമാറി. ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ലിൻസി J. ചേരാങ്കുഴി ഉദ്ഘാടനം നിർവഹിച്ചു. ഞങ്ങള് കുഞ്ഞുങ്ങളോട് കുറച്ച് സാമഗ്രികളൊക്കെ കൊണ്ടുവരുവാനായിട്ട് പറഞ്ഞിരുന്നു. അവർ നല്ല രീതിയിൽ സഹകരിച്ചതിൻ്റെ ഫലമാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അവർ വളരെയധികം സാധനങ്ങൾ, അരി മുതൽ പൊടി ഐറ്റങ്ങൾ, പഞ്ചസാര, തേങ്ങ, ശർക്കര, ഇങ്ങനെ ധാരാളം ഐറ്റങ്ങൾ ഇവരിവിടെ കൊണ്ടുവന്നു. ഏതാണ്ട് 1 ലക്ഷത്തിൽ പരം രൂപയ്ക്ക് അടുത്ത് വരുന്ന സാധനങ്ങളാണ് നമ്മളിവിടെ എത്തിച്ചിരിക്കുന്നത്. അപ്പം ഒത്തിരിയേറെ സന്തോഷമുണ്ട്. ഇതിന് അങ്ങേയറ്റം നന്ദി പറയുന്നത് പേരൻസിനോടും കുട്ടികളോടുമാണ്. ഈ ഒപ്പം തന്നെ അധ്യാപകരും സഹകരിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കുമുള്ള നന്ദി ഇതിനോടൊപ്പം അറിയിക്കുന്നു. PTA പ്രസിഡന്റ് ജോഷിബ ജെയിംസ് അധ്യക്ഷത വഹിച്ചു. അധ്യാപകരായ ബിൻസി സെബാസ്റ്റ്യൻ, സിസ്റ്റർ ജെസിൻ, സിസ്റ്റർ ലിജി, ലീജ മാത്യു, സിസ്റ്റർ ഡോണ, മാഗി ആൻഡ്രൂസ്, ലിജോ ആനിത്തോട്ടം, അലൻ ടോം, PTA എക്സിക്യൂട്ടീവ് അംഗം ജെയ്സൺ ജേക്കബ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലാ. മീനച്ചിൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വയോജന സംഗമവും മെഡിക്കൽ ക്യാമ്പും നടത്തി. പ്രാഥമിക പരിശോധനകൾ, സൗജന്യ മരുന്ന് വിതരണം എന്നിവയും ക്യാമ്പിന്റെ ഭാഗമായി നടന്നു. മീനച്ചിൽ ഗ്രാമപഞ്ചായത്തിന്റെയും ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെയും കുടുംബശ്രീയുടെയും സംയുക്താഭിമുഖ്യത്തിൽ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കായി വയോജന സംഗമവും മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. ഇടമറ്റം സെന്റ് മൈക്കിൾസ് പാരിഷ് ഹാളിൽ നടന്ന ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജോ പൂവത്താനി ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിലെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നവരും പരിഗണിക്കപ്പെടേണ്ട വിഭാഗവും വയോജനങ്ങളാണെന്നും അവർക്കു വേണ്ടി നിരവധി പദ്ധതികൾ പഞ്ചായത്ത് ഏറ്റെടുത്ത് നടപ്പിലാക്കി വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. സമൂഹത്തില് ഏറ്റവും കൂടുതൽ പരിഗണന ലഭിക്കേണ്ട ആളുകൾ എന്ന നിലയിൽ നമുക്കറിയാം, വിദേശ രാജ്യങ്ങളിലേക്ക് വയോജനങ്ങൾക്ക് സാമൂഹിക സുരക്ഷിതത്വം സർക്കാർ വിഭാവനം ചെയ്ത് നടപ്പിലാക്കി വരികയും ഭാവിയിൽ നമ്മുടെ കേരളത്തിലും അതൊക്കെ സംജാതമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കും. ഏതായാലും നമ്മുടെ ആരോഗ്യ ഡിപ്പാർട്ട്മെന്റ് വയോജനങ്ങളുടെ ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തുന്നു എന്നുള്ളതാണ് ഈ ദിവസങ്ങളിൽ നമുക്ക് പത്രങ്ങളിലെ വാർത്തകളിൽ നിന്ന് കാണുവാനായിട്ട് സാധിക്കുന്നത്.
പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലിൻസി മാർട്ടിൻ അധ്യക്ഷയായി. ക്യാമ്പിന്റെ ഭാഗമായി മാനസികോല്ലാസ പരിപാടികൾ, പ്രാഥമിക പരിശോധനകൾ, സൗജന്യ മരുന്ന് വിതരണം തുടങ്ങിയവ നടത്തി. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പുന്നൂസ് പോൾ, സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആന്റണി ജോസ്, റിസോഴ്സ് പേഴ്സൺ ജസ്റ്റിൻ ജിയോ എന്നിവരുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസുകളും നടത്തി. ന്യൂസ് ബ്യൂറോ, പാലാ. അറിയിപ്പ്: ബോംബ് ഡിറ്റക്ഷൻ ആൻഡ് ഡിസ്പോസൽ ടെക്നിക്കൽ പ്രവൃത്തി പരിചയമുള്ള വിമുക്ത ഭടന്മാർക്ക് തമിഴ്നാട് പോലീസിന്റെ ബോംബ് ഡിറ്റക്ടർ സ്ക്വാഡിൽ അവസരം. താൽപര്യമുള്ളവർ ജില്ലാ സൈനികക്ഷേമ ഓഫീസുമായി ബന്ധപ്പെടണം. ഫോൺ 048123711187. കെൽട്രോണിൽ ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ പ്രീ സ്കൂൾ ടീച്ചർ ട്രെയിനിംഗ് എന്നീ കോഴ്സുകളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. സർട്ടിഫിക്കറ്റുകളുമായി അടുത്തുള്ള കെൽട്രോൺ നോളജ് സെന്ററിൽ എത്തണം. ഫോൺ 9072592412. അസാപ് കേരള നടത്തുന്ന സർട്ടിഫൈഡ് ഫിറ്റ്നസ് ട്രെയിനർ, ജനറൽ ഡെപ്യൂട്ടി അസിസ്റ്റന്റ്, VR ഡെവലപ്പർ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കോട്ടയം പാമ്പാടിയിലുള്ള അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ വെച്ചായിരിക്കും പരിശീലനം. വിവരങ്ങൾക്ക് ഫോൺ 9495999731. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിൻ ഒക്ടോബർ 2 തുടങ്ങും. മാലിന്യമുക്ത പ്രവർത്തനങ്ങളിൽ ആരോഗ്യകരമായ മത്സരം ഉണ്ടാകണമെന്ന് മന്ത്രി VN വാസവൻ. നാട് ഓണാഘോഷത്തിലേക്ക് ഉണർന്നു. നാടെങ്ങും ഓണ വിപണന മേളയ്ക്ക് തുടക്കം. ചിറക്കടവ് പഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ ഓണം വിപണന മേള പൊൻകുന്നത്. മണർകാട് ആത്മ ഇൻഡസ്ട്രിയൽ ഫെസ്റ്റിന് തിരിതെളിഞ്ഞു. പുഷ്പഫല പ്രദർശന വിപണന മേള 14 വരെ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.